ഈ മാസം 22-ാം തീയതി മുതൽ ഏകദേശം 150ഓളം ഐറ്റംസിന് ടാക്സിന്റെ റേറ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എങ്ങനെയാണ് ടാലി എന്നുള്ള സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. GSTയുടെ ടാക്സ് പെർസെൻറ്റേജിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 170ഓളം ഐറ്റംസിന് ടാക്സിന്റെ റേറ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ടാലിയിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഞാൻ വെക്കുന്നത് AC ആണ് വെക്കുന്നത്. AC നോർമലി 21-ാം തീയതി വിൽക്കുന്ന സമയത്ത് ഒരു 50,000 രൂപയുടെ AC വിറ്റ് കഴിഞ്ഞ് അതിന്റെ 28% ആയിരുന്നു ടാക്സ്. ഇതുപോലെയാണ് വരിക. 50,000 പ്ലസ് 28% പറഞ്ഞ 14,000 രൂപ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നത്. ഇനി ഈ ബില്ല് ഞാൻ 22-ാം തീയതിയാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാ വരിക? ഇവിടെ സെയിം ബില്ല് ഞാൻ എന്ത് ചെയ്യാണ്, മമ്മൂട്ടി കമ്പനിക്ക് ഞാൻ എന്ത് ചെയ്യാണ്, 22-ാം തീയതി ബില്ല് അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ Alt F2 22-ാം തീയതിയാണ് ഞാൻ ബില്ല് ചെയ്യുന്നതെങ്കിൽ എയർ കണ്ടീഷണർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ടാക്സ് 18%-ലാണ് ഇപ്പോൾ ടാക്സ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. 18%-ലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിലവിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ CGST SGST എത്രയാണ് വരിക, 28%-ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എയർ കണ്ടീഷണറിന്റെ ടാക്സ് റേറ്റിൽ ചേഞ്ചസ് ചെയ്ത് വേണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ നിങ്ങൾ 18%-ലോട്ടാക്കുക. ടാക്സ് കുറയുകയാണെങ്കിൽ നിങ്ങൾ 18%-ലോട്ടാക്കുക. 12% ഐറ്റംസ്, ഒരുവിധ ഐറ്റംസ് ഒക്കെ 5%-ലോട്ട് വന്നിട്ട്. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടാക്സ് റേറ്റിൽ മാറ്റുക. ഇവിടെ മാറ്റുന്ന സമയത്ത് ഇവിടെ എഫക്റ്റീവ് ഡേറ്റ് ചോദിക്കും. അപ്പോൾ ഇതിവിടെ പെട്ടെന്ന് എൻട്രി അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, 22 സെപ്റ്റംബർ 2025 എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ടാക്സ് കാൽക്കുലേഷനിൽ വ്യത്യാസം വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, 22-ാം തീയതി അടിക്കുന്ന ബില്ലിൽ കറക്റ്റ് ടാക്സ് അതിന്റെ 18% ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ഐറ്റത്തിന് ടാക്സ് കൊടുക്കുന്നത് വർക്ക് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. എഡിറ്റിൽ ഇവിടെ എന്ത് ചെയ്യുക, മോർ ഡീറ്റെയിൽസിൽ പോവുക. അതിൽ GST റേറ്റ് ആൻഡ് റിലേറ്റഡ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കും. 1 ഏപ്രിൽ മുതൽ എത്ര കൂടെ ഇവിടെ എന്ത് ചെയ്യുക, സെറ്റ് ആൾട്ടർ എന്നുള്ളത് എന്ത് ചെയ്യുക, യെസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പഴയ ടാക്സ് റേറ്റ് തന്നെ കൊടുക്കുക. 22-ാം തീയതി മുതൽ എന്ത് ചെയ്യുക, പുതിയ ടാക്സ് റേറ്റ് ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പുതിയ ടാക്സ് റേറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, ഇത് വർക്കാവും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ താഴെ കൊടുത്തുള്ള 9633387350 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.